ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. അതിനകത്ത് സൈക്കിൾ ഇല്ല. യൂസ് ടു റെപ്രസെന്റ് പ്രസിഡൻസ് റിലേഷൻ ഓർ ഡിപ്പെൻഡൻസ് ഇൻ നെറ്റ്വർക്ക് എന്നുള്ളതാണ് അതിന്റെ തിയറി. പ്രസിഡൻസ് റിലേഷനും അല്ലെങ്കിൽ നെറ്റ്വർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം സൈക്കിൾ ഇല്ല, ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാക്സിമൽ സെറ്റ് ഓഫ് വെർട്ടീസസ്, അതായത് ടോട്ടൽ വെർട്ടീസസിന്റെ ഒരു സബ്സെറ്റ്. ആ സബ്സെറ്റിലെ എവരി പെയർ ഓഫ് വെർട്ടീസസ് ഇൻ ദാറ്റ് സബ്സെറ്റ് ആർ മ്യൂച്വലി റീച്ചബിൾ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതങ്ങനെ ഒരു സബ്സെറ്റാണ്. ഒന്നിൽ നിന്ന് എങ്ങോട്ട് വേണേൽ പോവാം, രണ്ടിൽ നിന്ന് എങ്ങോട്ട് വേണേൽ പോവാം. അതുപോലെ തന്നെ എന്താ, രണ്ടിൽ നിന്ന് ഇങ്ങനെ 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 പോവാം. അതേപോലെ തന്നെ ഇതും ഒരു സബ്സെറ്റാണ്. അങ്ങനെ രണ്ട് സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ് വരുന്ന രണ്ട് സബ്സെറ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ ഒരു ചെറിയ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഇത് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു എന്താ പറയേണ്ടത്, ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇവിടെ ഈ ഡയറക്റ്റഡ് ഗ്രാഫ് നോക്കുക. ഈ ഡയറക്റ്റഡ് ഗ്രാഫ് നോക്കി കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വരുന്നത് ABCDE എന്ന് പറഞ്ഞിട്ട് ഇൻഡിഗ്രി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞാണ്. ഇൻഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്, അതിലേക്ക് വരുന്ന നമ്പർ ഓഫ് എഡ്ജസ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, എയിലേക്ക് എഡ്ജസ് ഒന്നും വരുന്നില്ല. സോ അതിന്റെ ഇൻഡിഗ്രി 0. ഇവിടെ ബിയിലേക്ക് ഒരു എഡ്ജ്, അപ്പം അത് 1. സിയിലേക്ക് 2 എഡ്ജ് 2, ഇയിലേക്ക് 2 എഡ്ജ് 2, ഡിയിലേക്ക് 2 എഡ്ജ് 2. നമ്മൾ എന്ത് ചെയ്തു, അതിന് വാല്യൂ കൊടുത്തു. എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു, സിക്ക് 2 കൊടുത്തു, ഇക്ക് ഈ 2 എണ്ണം വരുന്നത് കൊണ്ട് 2 കൊടുത്തു, പിന്നെ ഡിക്ക് ഈ 2 എണ്ണം വരുന്നത് കൊണ്ട് ഡിക്ക് 2 കൊടുത്തു. അപ്പം എയിലേക്ക് ഒന്നും തന്നെ വരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ഇൻഡിഗ്രി 0. ബിയിലേക്ക് ഒരെണ്ണം വരുന്നുണ്ട്, 1 ഡിഗ്രി. ഇത് ബിയും ഇത് 2 എണ്ണം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് 2, ഇത് 2 എണ്ണം ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് 2. ഇങ്ങനെ ഡിഗ്രി കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ റിമൂവ് ചെയ്യും. ഇപ്പൊ ഇതിലെ സ്മോളസ്റ്റ് ഡിഗ്രി എ ആണ്. എയെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയോട് ഇൻസിഡന്റ് ആയിട്ടുള്ള ഇത്രയും എഡ്ജസും റിമൂവ് ചെയ്യും. എയോട് ഇൻസിഡന്റ് ആയിട്ടുള്ള ഇത്രയും എഡ്ജസും റിമൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ എ പോയി, അപ്പൊ ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ഇപ്പം ഇത് മാത്രം കിട്ടും. ഇത് മാത്രം കിട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ബിയിലേക്ക് ഇതെല്ലാം അങ്ങ് എടുത്ത് കളയുമ്പോൾ പിന്നെ ബിയിലേക്ക് ഒരു ഒന്നും വരുന്നില്ല, ബി 0. സിയിലേക്ക് പിന്നെ വരുന്നത് ഒരെണ്ണേ ഉള്ളൂ, ഇയിലേക്ക് ഉണ്ട്, ഇതുമുണ്ട്. അപ്പം അതിന്റെ ഇതെന്ന് പറയുന്നത് ബിയുടെ ഇത് 0 ആയി, സിയുടെ ഇത് നേരത്തെ 2 ആയിരുന്നെങ്കിൽ ഇതങ്ങ് പോയി കഴിഞ്ഞപ്പം സിയുടെ ഇത് 1 ആയി. ഇയുടെ 2 എഡ്ജ് വരുന്നോട്ടുണ്ട്, ഡി ഉണ്ട്, നമ്മൾ ഈ എ ഇങ്ങോട്ട് മാറ്റി. ഒരു സിമ്പിൾ അൽഗോരിതം എന്നുള്ളത്. അതും കഴിഞ്ഞ് നമ്മൾ ഇതിലെ 0 ഉള്ളത് അതിങ്ങോട്ട് മാറ്റണം. 0 ഉള്ളത് നമ്മൾ മാറ്റി എ ബി. ഇപ്പം സി ഡി എന്ന് പറഞ്ഞ് 2 എണ്ണം, സിയിലേക്കും ഡിയിലേക്കും ഒന്നും വരുന്നില്ല, ഇയിലേക്ക് 2 എണ്ണം വരുന്നുണ്ട്, അതുകൊണ്ട് ഇയുടെ ഡിഗ്രി 2 ആണ്. ഇനി ഇത് വന്നു കഴിയുമ്പം അത് കഴിഞ്ഞപ്പം ഡിയും, അപ്പൊ അതങ്ങ് എടുത്ത് മാറ്റി, സിയും 0 ഡിയും 0. അപ്പൊ നമുക്ക് സിയോ ഡിയോ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. നമ്മൾ എന്ത് ചെയ്തു, ഒരു കേസില് സി ഇങ്ങോട്ട്, വേറൊരു കേസിൽ ഡി ഇങ്ങോട്ട്. അങ്ങനെ 2 വിധത്തിൽ എടുക്കും, ഇഷ്ടമുള്ള പോലെ. സിയും ഡിയും, സി എടുത്തു കഴിഞ്ഞു. പിന്നെ അടുത്ത കേസ് വന്നു കഴിഞ്ഞപ്പം ഇപ്പം ഡി എടുത്തു ഇങ്ങോട്ട് വെച്ചു എന്ന് വെച്ചു, ഡി എടുത്തു ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ഈ 0 ആയല്ലോ, ഈ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞു, സി ഇങ്ങോട്ട് വെച്ചു, പിന്നെ ഇ ഇങ്ങോട്ട് വെച്ചു. അപ്പം എ ബി സി ഡി ഇ എന്ന് വരാം, എ ബി ഡി സി എന്ന് വരാം. ഇതൊരു സിമ്പിൾ ഇതാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരുമ്പോൾ നോക്കാം. സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസ്, SCC എന്ന് പറയുന്ന ഒരു കൊസരാജു അൽഗോരിതം എന്ന് പറഞ്ഞൊരു അൽഗോരിതം. അത് ഡയറക്റ്റഡ് ഗ്രാഫില് സ്ട്രോങ്ലി കണക്റ്റഡ് നമ്മൾ മുമ്പേ പറഞ്ഞ സാധനം തന്നെ.
ഇതാണ് മാക്സിമൽ സെറ്റ് ഓഫ് വെർട്ടീസസ് എം സബ്സെറ്റ് ഓഫ് ബി സച്ച് ദാറ്റ് എവരി പെയർ ഓഫ് വെർട്ടീസസ് ഇൻ എം ആർ മ്യൂച്വലി എന്ന് വെച്ചാൽ എല്ലാ വെർട്ടീസസും അല്ല, അതിന്റെ ഒരു സബ്സെറ്റാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ വന്നു. ഇപ്പൊ എന്ത് ഇത് 1 - 4 വരാം, 4 - 7 വരാം, 7 - 1 വരാം, പിന്നെ ഇങ്ങോട്ട് വയ്യ. ഇതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. 9 - 3 വരാം, 3 - 4 വരാം, ഇതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. അതുപോലെ തന്നെ 8 - 5 വരാം, 5 - 2 വരാം, ഇതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണന്റ്. അങ്ങനെ ഈ 3 കമ്പോണന്റ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതെല്ലാം ഇവിടെ നമ്മളെല്ലാം അൺവിസിറ്റഡ് യു എന്ന് കൊടുത്ത് ഇത് വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സാധാരണ സ്റ്റാക്കിൽ ആദ്യം നമ്മൾ ആ 1 ഉണ്ടെങ്കിൽ ആ 1 കൊണ്ടുവരും. ഇതങ്ങനല്ല. 1 നിന്ന് 4 വന്നു, 4 നിന്ന് 7 വന്നു. അങ്ങനെ 7 വന്നു കഴിഞ്ഞ് പിന്നെയും തിരിച്ച് 1 വന്നു, പിന്നെ പോകാൻ വയ്യ. 7 നിന്ന് പുതിയ ഒരിടത്തോട്ട് വരും. അപ്പോൾ കാരണം അപ്പൊ എന്ത് ചെയ്തു, 7 നമ്മൾ ഇങ്ങോട്ട് ഇട്ടു, 4 ഇങ്ങോട്ട് ഇട്ടു, 1 ഇങ്ങോട്ട്. ഇനി ഇവിടെ നിന്നില്ല. ഇനി നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എവിടുന്ന്? 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തതുപോലെ നമ്മൾ 9 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 9 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9 വന്നു, 3 വന്നു, 6 അല്ലെ? 6 വന്നു കഴിഞ്ഞാൽ 6 പിന്നെ എങ്ങോട്ടും പോകത്തില്ല, കാരണം 9 ഒന്ന് പോയി കഴിഞ്ഞു. 6 എടുത്തിടും, പിന്നെ 3 എടുത്തിടും, 6 എടുത്തിട്ടു, 3 എടുത്തിട്ടു, 9. അടുത്തടുത്ത് ഇതേ പരിപാടി തന്നെ. 8 5 വന്നു, 2 വന്നു, തിരിച്ചിങ്ങോട്ട്, പിന്നെ എങ്ങോട്ടും പോകത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ 1 - 4 7 അല്ലേ? അപ്പം 7. അതുപോലെ തന്നെ 8 5 2. അപ്പൊ ഇതേപോലെ ഇത് നമ്മൾ കംപ്ലീറ്റ് ഇത് ഇതിനകത്തേക്ക് എടുത്തിട്ടു. 1 4 1 4 7 9 3 8 പിന്നെ 8 5 2. അതായത് 1 ഇവിടെ വന്ന പോലെ ഇവിടെ 8 വന്നിരിക്കുകയാണ്. ഈ 8 ഇവിടെ 8 5 2 ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇനി 5 2 ഇത് 9 3 6 ഇത് പിന്നെ 1 4 7 1 4 7. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇതൊരു ഡെപ്ത് ഓഫ് സെർച്ച് ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അറ്റ് എ ടൈമിൽ 1 അല്ല, പാത്ത് കഴിയുമ്പോഴാണ് നമ്മൾ എടുത്തത്. 1 4 7 എന്നുള്ള പാത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ 7 താഴോട്ട് എടുത്തിടും, 4 ഇടും, 1 ഒരു കമ്പോണന്റിനെ എടുത്തിടുകയാണെന്ന് വിചാരിച്ചു. അതും കഴിഞ്ഞ് നമ്മൾ റിവേഴ്സ് ചെയ്യും. ഏത്? ഈ ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ ഡയറക്ഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കും. റിവേഴ്സ് ചെയ്ത് കഴിയുമ്പം 8 2 5 ഇവിടെ ഒരു പാത്രം. അപ്പൊ നോക്കുമ്പം 8 2 5 ഓൾറെഡി വിസിറ്റഡ് ആണ്. 8 2 5 നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യും ഇതിനകത്ത്. ഇതുപോലെ തന്നെ അടുത്തതും ചെയ്യും. 8 2 5 കോപ്പി ചെയ്തതുപോലെ പിന്നെ 9 8 2 5 കോപ്പി ചെയ്ത പോലെ 9 9 6 3 1 7 4 1 7 4 9 6 3 8 2 5 8 2 5 കോപ്പി ചെയ്യും. പിന്നെ 9 3 6 9 6 3 കോപ്പി ചെയ്യും. 8 2 5 9 6 3 പിന്നെ 1 അങ്ങനെ ആ ക്രമത്തിൽ 9 1 6 പിന്നെ 1 4 7 9 3 6 1 4 7 ഇങ്ങനെ കോപ്പി. ഇതിനെയാണ് നമ്മൾ സ്ട്രോങ്ലി കണക്റ്റിംഗ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ്. ഇതിന്റെ കോംപ്ലക്സിറ്റി ബിഗ് ഓ ബി പ്ലസ് സി. ഇ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് വെർട്ടീസസ്, ഇ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എഡ്ജസ്. ആദ്യത്തെ പാസിനും അത് വരും, റിവേഴ്സലിനും അത് വരും, പിന്നെ രണ്ടാമത്തെ പാസിനും അത് തന്നെ വരും. അതുകൊണ്ട് ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി ബിഗ് ഓ ബി പ്ലസ് എന്ന് പറയും. പിന്നെ ഒന്നുകൂടെ നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് ഒടുവിൽ നോക്കാം. നമുക്ക് അതിന് മുമ്പായിട്ട് ആ വലിയൊരു അൽഗോരിതം ഉണ്ട്. ആ വലിയൊരു അൽഗോരിതം അത് കുറച്ച് വലുതാണ്. അത് നിങ്ങൾക്ക് ഇപ്പം അത് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നിങ്ങളത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്.
ഡിവൈഡ്, അതായത് നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗിലേക്കാണ് പോകുന്നത്. രണ്ട് എക്സാമ്പിളുകളാണ് ഞാൻ അതിനകത്ത് മെയിൻ ആയിട്ട്, ഈ രണ്ട് എക്സാമ്പിളാണ്. ആ ഇല്ലസ്ട്രേഷൻ നിങ്ങളുടെ ബുക്കിലും അതേപോലെ തന്നെ ഒരു വലിയൊരു ടേബിളൊക്കെ ആയിട്ട് കണ്ടോ, ഇങ്ങനെയൊരു ടേബിൾ വരണം അതിനകത്ത് കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ തിയറി ഈ ഭാഗം ഒന്ന് നോക്കാം. അതായത് ഇതിന്റെ പോക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിന് മറ്റേതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറയും. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് വായിക്കുമ്പോൾ അത് കാണും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു, ഇപ്പോഴേത് പൊസിഷനിലാണ് നിൽക്കുന്നോ അങ്ങനെ നിൽക്കട്ടെ, എയിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് ബി വരെ വന്നു, ഒരു സൊല്യൂഷൻ വന്നു എന്ന് വെച്ചു, പ്രൊസീഡ് ചെയ്തു. അത് ഏത് സ്റ്റേജിൽ തന്നെ ആയിക്കോട്ടെ, ഫ്രം ബി യു ഹാവ് ടു ട്രൈ ഫോർ ഓപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രീഡി സൊല്യൂഷനിൽ ഒരു സൊല്യൂഷൻ കിട്ടും. ഇതിനകത്ത് നമ്മൾ ടേബിളിലെ വാല്യൂസ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത വാല്യൂസിനെ നമ്മൾ പിന്നെയും കളക്ട് ചെയ്തു. അതായത് ഇതാണ് പറയുന്നത്, സേവ് ദ ഔട്ട്പുട്ട് ഓഫ് സ്മോൾ സബ് പ്രോബ്ലംസ് ഇൻ എ ടേബിൾ ആൻഡ് അവോയ്ഡ് റിപ്പീറ്റഡ് കമ്പ്യൂട്ടേഷൻസ് ഫസ്റ്റ്. First it searches for output in a table. If it is not available, only then compute. അപ്പൊ അതെപ്പോഴും ഇതിനെ എടുത്തിട്ട് ഇത് വെച്ചിട്ട് അത് ടേബിളിലേക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ട് രണ്ടാമതും മൂന്നാമതുമായിട്ട് ഇതിന്റെ വാല്യൂസ് എടുത്തുകൊണ്ടിരിക്കും. അതാണ് ഗ്രീഡി സൊല്യൂഷനിൽ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി പറയുന്നത്. എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിക്കോട്ടെ, ഇവിടുന്ന് ഓപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് പോകാനാണ് ട്രയൽ നടക്കുന്നത്, ഡൈനാമിക് അപ്രോച്ച്. ഇതിൽ ഏറ്റവും വലിയ രണ്ട് അൽഗോരിതംസ് ആണ് നിങ്ങൾക്കുള്ളത്, ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീസും ഓൾ പെയർ ഷോർട്ടസ്റ്റ്. അത് രണ്ടും ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഇപ്പം ഏതായാലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ പറ്റിയല്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതൊരു വലിയ പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. അതായത് ഒരു n is equal to 4 എന്നും പറഞ്ഞു ഇതിനകത്ത് A1, A2, A3, A4 എന്ന് പറഞ്ഞ 4 ഐഡന്റിഫയേഴ്സ് ടു ഇറ്റ് ഇൻറ്റ് y. ഈ 4 ഐഡന്റിഫയേഴ്സിനെ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ കാണാനുള്ള ചാൻസ് P of 1 to 4 എന്ന് പറഞ്ഞാൽ, അത് ഒരു കാര്യം നോക്കണം, പ്രോബബിലിറ്റി ഒരിക്കലും 1 കൂടുകയല്ല. അപ്പൊ ഇവിടെ ആക്ച്വൽ പ്രോബബിലിറ്റിയെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് കൺസെപ്റ്റ്. അപ്പം P of 1 to 4 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം 2, അതിൻ്റെത് 3, ഈഫിന്റെ പ്രോബബിലിറ്റി 3. അപ്പൊ 3/16 എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. 3 എന്ന് അത് എക്സാക്ട് ആയിട്ട് എടുക്കണ്ട, 3. അതുപോലെ ഇൻഡ് എന്ന് പറയുന്നതിന്റെ 1, വൈൽ എന്ന് പറയുന്നതിന്റെ 1, അതിന്റെ പ്രോബബിലിറ്റി. ഇനി 2, 0 to 4 എന്ന് പറഞ്ഞാൽ 2, 0 to 4ലെ രണ്ടാമത്തെ എലമെന്റ് 3 കണ്ടോ, അതെന്താന്ന് വെച്ചാൽ P of 1 കാണാതിരിക്കാനുള്ള ചാൻസ് ആണ്. രണ്ടാമത്തതാണ്, ഒന്നാമത്തല്ല, രണ്ടാമത്തത്. 3 എന്ന് പറയുന്നത് P of 1 കാണാതിരിക്കാനുള്ള ചാൻസ്. P of 1 കാണാനുള്ള ചാൻസ് ആണ് 3. അതുപോലെ തന്നെ P of 2 കാണാതിരിക്കാനുള്ള ചാൻസ് ആണ് 3 കഴിഞ്ഞ് വരുന്ന 1. P of 3 കാണാതിരിക്കാനുള്ള ചാൻസ് ആണ് പിന്നെ വരുന്ന 1. P of 4 കാണാതിരിക്കാനുള്ള ചാൻസ് ആണ് P of പിന്നെ വരുന്ന 1. ആദ്യത്തെ Q0 എന്ന് പറയുന്നത് ഒരു ഐഡന്റിഫയറും കാണാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഒരു ഐഡന്റിഫയറും കാണാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് ആദ്യത്തേത്. ഇത് വേണ്ടത് നമുക്കൊരു ബൈനറി ട്രീ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാം. ഇച്ചിരി പണിയുള്ളതാണ്, നിങ്ങളുടെ ബുക്കിലുണ്ട്, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനസ്സിലാവും. അതിന്റെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ, ഇപ്പൊ ഇക്വേഷൻ മാത്രം നോക്കുക. Cij is equal to minimum of Cik-1 plus Ckj cos Wij where I less than k less than or equal to j. Given
Cij is equal to 0, Wij is equal to Q of I, Rii is 0, Wii Pj plus Qj plus Wij Rij, that value of k which minimizes Cij എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയില്ല, പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഒരു കാര്യം ശ്രദ്ധിച്ച്, നമുക്ക് ചോദിക്കുകയാണ് CII 0 എന്ന് പറഞ്ഞാൽ സിക്കകത്ത് കൊടുക്കുന്ന രണ്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് വാല്യൂ ആയിക്കോട്ടെ 0 ആയി. WII എന്ന് പറയുന്നത് QI ആണ്. എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനകത്ത് ഇപ്പൊ 22 ആണ് കൊടുക്കുന്നതെന്ന് വെച്ചു, അപ്പൊ അതിന്റെ വാല്യൂ 22 ആയി. RII എന്ന് പറഞ്ഞാൽ ഈ CIJയിൽ ഒരു കെയുടെ വാല്യൂ വരും. ആ വാല്യൂവിന്റെ അപ്പൊ 2-3 വാല്യൂസ് വരുമ്പോൾ അതിലെ ഒരു മിനിമം വാല്യൂ വരും. ആ മിനിമം വാല്യൂവിന്റെ കെ ആയിരിക്കും RIJ എന്ന് പറയും. എന്നിട്ട് CII 0 ആണ്, RII 0 ആണ്, WII is equal to QI. നമ്മൾ ഇനി ആ ടേബിളിലോട്ടൊന്ന് നോക്കുക. ഇത് വാല്യൂസ് നോക്കിയേ. W00 എന്ന് പറയുന്നത് WII എന്ന് പറയുന്നത് QII. W00 എന്ന് പറയുന്നത് അപ്പൊ Q0 ആയിരിക്കുമല്ലോ. Q0 എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ഇവിടെ Q0 അത് 2 ആണ്. 202 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? WII എന്ന് പറയുന്നത് QI ആയിരിക്കും. W00 എന്തായിരിക്കും? 2I. C000 ആണ്, CII 0 ആണ്. അപ്പൊ സിക്കകത്ത് എന്തൊക്കെ ഈക്വൽ വാല്യൂ വന്നാലും അവിടെ 0 ആണ്. അതുപോലെ തന്നെ RII 0 ആണ്. ആറിനകത്ത് 2 ഈക്വൽ ആയിട്ട് വന്നാൽ അത് 0 ആണ്. ഇനി W11 ഇക്വേഷൻ നോക്കുക. WII QI ആണ്. W11 എന്ന് പറയുന്നത് അപ്പൊ Q1 ആയിരിക്കുമല്ലോ. എന്താ Q1ന്റെ വാല്യൂ? 3. എന്താ? അതുപോലെ തന്നെ C11 ആണ്, R11 ആണ്, C22 ആണ്, R22 ആണ്. കാരണം രണ്ടും വന്ന W22 WII is equal to QI, that is Q of 1. ഇവിടെ വരുമ്പോ എന്തായി? Q of 0, Q of 1. W33 Q of 0, Q of 1, Q of 2. Q of 1, ഇവിടെ Q of 2, 1, Q of 3, 1, Q of 4, 1. ഇത്രയും വാല്യൂസ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്യും. ഇനി ഈ അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നമ്മൾ കയറുക. W01. W01 ഇക്വേഷൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ Wij is equal to Pj plus Qj plus Wi minus 1j. ഞാൻ ഇക്വേഷൻ കാണിക്കാം. Wij is equal to Pj plus Qj plus Wij minus 1. Pj Ij ആണ്, Pj P1 Q1, Wi minus 1j അല്ലെ, Ij minus 1. I എന്ന് പറയുന്നത് 0, J minus 1, J ഇതാണ് 0, W00. അപ്പൊ P1ഉം Q1ഉം നമുക്ക് തന്നിട്ടുണ്ട് 3 3. W00 നമ്മൾ ഇവിടെ ടാബുലേറ്റ് ചെയ്തിട്ടുണ്ട് 2. ഇതാണ് ഡൈനാമിക് പ്രോഗ്രാമിന്റെ മീനിങ്. ഈ ടാബുലേറ്റ് ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ യൂസ് ചെയ്യും. 2 P1 plus Q1 plus W00, 3 plus 3 plus 2 is equal to 8. പിന്നെ C01 പറയാം. C01 കാണാനുള്ള ഫോർമുല Cij is equal to minimum of Cik minus 1 plus Ckj Wij, where I less than k less than or equal to j. Ik minus 1 kj എന്നുള്ളത് ഓർത്തോണം. C01
സി ഐ ജെ. കെ എന്ന് പറയുന്ന ഐ ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ. സി ഐ കെ. ഐ എന്ന് പറയുന്നത് ഐ ഐ ഈ ഐ ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? അതായത് ഇത് 0 ആണ്. 0യേക്കാൾ കൂടി നിൽക്കണം കെ, ജെയേക്കാൾ കുറവുമായി. കുറവോ ഈക്വലോ ആണ്. ഇവിടെ ജെ 1 ആണല്ലോ. ജെയേക്കാളും കുറവോ ഈക്വലോ എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ? അപ്പൊ C01, ഈ C01 എന്നിട്ട് പറയാണ് മിനിമം ഓഫ് സി ഐ കെ മൈനസ് 1. ഇത് കെ ആണെങ്കിൽ ഇത് 0, മിനിമം ഓഫ് C00. പിന്നെ പറയാണ് പ്ലസ് സി, ഇത് സി ഐ കെ സി കെ ജെ. കെ എന്ന് പറയുന്നത് ഏതാണ്? കെ എന്ന് പറയുന്നത് ഇതാണ് 11 പ്ലസ് W01. W01 നമുക്ക് കിട്ടിയിട്ടുണ്ട് 8. ഇത് C00 നമുക്കറിയാം, ഒന്നും നോക്കണ്ട, രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് 0 ആണ്, ഇതും 0 ആണ്. 0 പ്ലസ് 8 R01 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് കെ ദാറ്റ് മിനിമൈസസ് C01. C01 എന്ന് പറയുന്ന സാധനത്തിനെ മിനിമൈസ് ചെയ്യുന്ന കെ ആണ് R01. ഇവിടെ മിനിമൈസ് ചെയ്യാന്ന് പറയാനൊന്നും പറയാനില്ല, കാരണം എല്ലാം ഇത് ഒറ്റ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് അവിടുത്തെ കെ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടു. കെ എത്ര ആയിരുന്നു? 1. ആ 1 നമ്മൾ ഇവിടെ കൂട്ടി. R01 1. ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. എല്ലാം മുഴുവൻ ഇതിനകത്ത് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ലാസ്റ്റ് എലമെന്റ് ഉണ്ടല്ലോ, W04 C04 R04. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട് താഴോട്ടേ വരാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എത്തത്തില്ല. ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് താഴോട്ട് വരാം. ഇനി നമുക്ക് ഈ ലാസ്റ്റ് എലമെന്റ് ആയ W04 ഇവിടെ കണ്ടിരിക്കുന്നത്. അവിടെ ടേബിളിൽ നിന്ന് വാല്യൂസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ പിന്നെ നിങ്ങൾ നോക്കി ചെയ്യാം. W04 അല്ലെ? W04 എന്ന് പറയുന്നത് WIJ എന്ന് പറയുന്നത് PJ പ്ലസ് QJ പ്ലസ് WIJ മൈനസ് 1 ആണല്ലോ. PJ പ്ലസ് QJ പ്ലസ് WIJ മൈനസ് 1 ആണ്. സോ PJ WIJയുടെ J എടുത്തിട്ടു P4 പ്ലസ് Q4 എടുത്തിട്ടു, പിന്നെ W04 മൈനസ് 1 W03. P4 Q4 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അല്ലെ? P4 ഇതാണ്, Q4 ഇതാണ് 1. 1 1 അല്ലെ? P4ഉം Q4ഉം 1 1. W03 ആണ് ഇവിടെ ഉള്ളത്. അത് നേരത്തെ താഴേന്നുള്ള കമ്പ്യൂട്ടേഷൻ, അത് നമ്മളെല്ലാം ചെയ്യാത്തോണ്ട് എല്ലാ കമ്പ്യൂട്ടേഷനിൽ നിന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ W03 കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ താഴോട്ട് യൂസ് ചെയ്യാൻ നോക്കാം. താഴോട്ട് യൂസ് ചെയ്തു. W02 അവിടെ 14 ആയിരുന്നു, ആ 14 ഇങ്ങോട്ട്. സോ W03 is equal to 1 plus 1 plus 4. ഇത് ഈ വാല്യൂ വരും. P3 plus Q3 plus W02 12. മറ്റേത് 1 1 വന്നിട്ട് 4 ആയി. ഇനി C04 ഫോർമുല മിനിമം ഓഫ് CIK minus 1 plus minimum of CIK minus 1 plus CKJ, where K less than or equal, where I less than or equal to K less than or equal to J. അല്ലേ? I less than K less than or equal to J. ഇതാണ് ഫോർമുല. ഇപ്പൊ ഇവിടെ നമ്മൾ ഐയും ജെയും 0യും 4ഉം. അപ്പൊ ഇതിനകത്തും നമ്മൾ ഐയുടെ വാല്യൂ ഈ 0യിലും കൂടിയിരിക്കണം, ജെ വരെ ആകാം, ഇൻഡിജർ ആയിരിക്കും. അപ്പൊ ഐയുടെ വാല്യൂ എന്തൊക്കെയാ, കെയുടെ വാല്യൂ എന്തൊക്കെയായിരിക്കും? 1 ആകാം, 2 ആകാം,
3 ആകാം 4 ആകാം. ഐയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചു. ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ C0 k-1 ഇവിടെ k1 ആണ് പ്ലസ് CI k-1 പ്ലസ് CKJ. K എന്ന് പറയുന്ന ആദ്യം നമ്മൾ 1 എടുക്കും. അപ്പൊ 1 4 എന്ന് പറയും. ഇവിടെ C മറ്റേത് I k-1 k ഇപ്പൊ ആദ്യം നമ്മൾ k1 എന്ന് എടുത്താണ്. അപ്പൊ kക്ക് ഇവിടെ എന്തൊക്കെ വാല്യൂസ് വരും? kക്ക് 1 ആകാം അല്ലെ? k എന്ന് പറയുന്നത് ഇവിടെ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. അപ്പം ഇത് 1, 2, 3, 4 ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ആകാം. ആദ്യം നമ്മൾ 1 എന്ന് എടുത്തു. I k-1 0 ആയി. ഇവിടെ നമ്മൾ C14 എന്നെടുത്തു. I KJ. അവിടെ k ഫുൾ എടുക്കുക. C1 ആണ് KJ. ഇനി അടുത്തത് C2 ആണ്. I k-1. I 0 തന്നെയാണ്. അവിടെ k 2 ആയപ്പോ k1 C24 ഇങ്ങനെ വന്നു. KJ K21. ഇവിടെ K3 3 - 1 3 4. ഇവിടെ ഇതുപോലെ തന്നെ 0 4 ആയപ്പോ 4 - 1 C44. ഇത്രയും എടുത്തിട്ട് W04 അതിപ്പോ 16. അത് ടേബിളിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. ടേബിൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 16. ഇത്രയും എടുത്തു. എന്നിട്ട് ഇതിലെ മിനിമം എടുത്തു. ഇതെല്ലാം കൂടെ ഇത് നേരത്തെ വാല്യൂസ് ഉണ്ട്, അത് കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വാല്യൂസ് എടുത്തു. ഇതിലെ മിനിമം നോക്കി. മിനിമം നോക്കിയപ്പോൾ 16. ഈ 16 കിട്ടിയപ്പോൾ ആ 16ഉം W04ലെ 16ഉം കൂടെ ചേർത്ത് ഇത് 32 ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ കോസ്റ്റ്. ഇനി കോസ്റ്റ് അല്ല, നമ്മൾ സെർച്ച് ചെയ്യാനുള്ള ട്രീ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിമം കിട്ടിയിടം. മിനിമം കിട്ടിയിടം നോക്കിയേ, ഇവിടുന്നല്ല, 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 അത് ആ രണ്ടാമത്തെ ടേമിൽ നിന്നാണ് കിട്ടിയത്. C01 അതുപോലെ തന്നെ പ്ലസ് C24 അതുപോലെ തന്നെ C02 C34 അവിടെ നിന്നാണ് നമുക്ക് മിനിമം കിട്ടിയിരിക്കുന്നത്. അപ്പൊ മിനിമം കിട്ടിയിരിക്കുന്ന ഇവിടെ ഇനി നമ്മള് അപ്പൊ ആ മിനിമം കിട്ടിയിരിക്കുന്ന 8 എന്ന് പറയുന്നത് ആണല്ലോ ഇനി R04. ഇതിനകത്ത് അപ്പൊ R04 എന്തായിരിക്കും? മിനിമം കിട്ടിയെടുത്ത K എത്ര ആണോ അതായിരിക്കും R04. നമുക്ക് നോക്കാം. R04 മിനിമം കിട്ടിയെടുത്ത K ഉണ്ടോ? മിനിമം കിട്ടിയ ഇതാണ് ഇവിടുത്തെ K. ഇത് K-1 ആണ്, ഇത് K ആണ്. അതാണ് R04 മിനിമം കിട്ടിയെടുത്ത K. K എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഐഡന്റിഫയറിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഐഡന്റിഫയർ ഏതായിരുന്നു? ഇഫ് അല്ലെ? സെക്കൻഡ് ഐഡന്റിഫയറിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഐഡന്റിഫയർ ഈഫിനെ ഡിനോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന റൂട്ട് ഈഫ് ആയിരുന്നു. ഇനി ഇത് കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ C01 പ്ലസ് C24 എന്നുള്ളിടത്തോട്ടാണ്. C01 എന്ന് പറയുന്ന അപ്പൊ ലെഫ്റ്റും C24 എന്ന് പറയുന്നത് റൈറ്റും. കാണിക്കാം. C01 ലെഫ്റ്റ്, C24 റൈറ്റ്. C01 ലെഫ്റ്റ്, C24 റൈറ്റ്. ദാറ്റ് ഈസ് R01 ലെഫ്റ്റ്, R24 റൈറ്റ്. R01ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കും. അതുപോലെ തന്നെ R24 എന്താണെന്ന് നോക്കും. R01 കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കമ്പ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണം. കമ്പ്യൂട്ട് ചെയ്ത് അതെ R01 ഇവിടുന്ന് ആ വാല്യൂസ് എടുക്കാം. R01 അവിടെ ഇപ്പം 1 ആണ്. അതുപോലെ തന്നെ R24ഉം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 3. അപ്പൊ അത് കറസ്പോണ്ടിങ് ഐഡന്റിഫയറിനെ R01 ലെഫ്റ്റ് ആയിട്ടും വരും, R24 റൈറ്റ് ആയിട്ടും. R24 is equal to 3. അത് തേർഡ് ഐഡന്റിഫയർ ആണ്, ഇൻറ്റ്. R01 1 ഫസ്റ്റ് ഐഡന്റിഫയർ ആണ് 2. അപ്പൊ അതിന്റെ അർത്ഥം
ഉടനെ തന്നെ അപ്പം നമ്മൾ റൂട്ടില് ഈഫ് കൊടുത്തു, ലെഫ്റ്റിലെ ഡൂവും റൈറ്റിൽ ഇൻറ്റും കൊടുത്തു. തീർന്നില്ല, ഇനി ഒരു വയലുണ്ട്. R24 is equal to 3, that corresponds. ഇനി ലെഫ്റ്റ് സബ്, ഇനി ഇൻറ്റിന്റെ ലെഫ്റ്റ് സബ് 3, അതായത് ഈ R24 അല്ലേ ഇൻറ്റ് പറഞ്ഞത്, അപ്പം നമ്മൾ C24 ഇവിടെ കണ്ടുകൊണ്ടോ. C24ന്റെ അവിടുത്തെ R24 3 ആണ്. R24നെ എവിടുന്ന് എടുത്തു ഇക്വേഷനിൽ നോക്കാം. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഉണ്ട്, ഇത് തന്നെ R24 C24നെ ഇവിടെ നമ്മളൊരു മിനിമം എടുക്കും, ഒരു മിനിമം വാല്യൂ കാണും. ആ മിനിമം 3 രണ്ടും 3 തന്നെയാണ്. അപ്പൊ ആദ്യത്തെ മിനിമം എടുത്തു. അവിടെ K എന്ന് പറയുന്നത് ഇതാണ്. K അപ്പം 3 ആണ്. R24 R24 എന്ന് പറയുന്നത് R01 ആണ്. R24 R01 1 ആണ്. R24 3 ആണ്. അത് നമ്മൾ അവിടെ നിന്ന് എടുത്താണ്, മനസ്സിലായി? ആ ഈക്വേഷൻ അതാണ് പറഞ്ഞാൽ സോൾവ് ചെയ്ത്. അപ്പൊ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് R24, ഇപ്പൊ ഇത് R24 ആണ്, 0 1 2. ഇനി R24 3 ആണ്. ഇനി ഇൻറ്റെന്ന് പറയുന്നത് R24 ആണ്. R24 എടുത്തത് ഇക്വേഷൻ നോക്കുക, ലെഫ്റ്റിൽ 2 2ഉം റൈറ്റിൽ 3 4ഉം ആയി. ലെഫ്റ്റിലെ 2 2 R22 0 ആണ്, റൈറ്റിലെ 3 4 R34 4 ആണ്. അപ്പൊ ലെഫ്റ്റിൽ ഒന്നുമില്ല, റൈറ്റില് ഫോർത്ത് ഐഡന്റിഫയർ ആണ്. ഫോർത്ത് ഐഡന്റിഫയർ മീൻസ് ദിസ് വൺ. അപ്പം നമ്മള് ഫോർത്ത് ഐഡന്റിഫയർ ഇങ്ങനെ ഈഫ് ഇവിടെ കൊടുത്തു, ഡു ഇവിടെ കൊടുത്തു, ഇൻഡ് കൊടുത്തു, വൈഡ് കൊടുത്തു. മനസ്സിലായി? പക്ഷെ ബുദ്ധിമുട്ടുള്ള അൽഗോരിതമാണ്, പക്ഷെ അത് ചെയ്യണം. അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി പറഞ്ഞാൽ ബിഗ് ഓഫ് m റേസ് ടു 3. നമുക്കിതൊന്നുകൂടെ നോക്കാം, പക്ഷെ അതിന് മുമ്പ് അടുത്തത് നമുക്ക് ഇച്ചിരി കൂടെ നോക്കാനുണ്ട്. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഈ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇത് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ആരോ ഞാൻ കൊടുക്കാത്തതാണ്, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. 3 1ലേക്കും 2 ഇതിലേക്കും. ഇച്ചിരി സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കി, നമുക്കറിയാം നമ്മൾ മുമ്പേ അഡ്ജസ്റ്റൻസി ഒക്കെ കൊടുത്താണ് 1 2 3 1 2 3 എന്ന് പറഞ്ഞ് 1ഉം 1ഉം കൂടില്ല, 2ഉം 3ഉം കൂടില്ല, അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഇല്ലാത്ത ഒരിടത്ത് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കണം. അതാണ് അവിടെ വരുന്നത്. 2 to 3 to 3 to 2 കണ്ടോ, 3 ഇത് 1 2 3 1 2 3 ആയിരിക്കും. 3 to 2 അവിടെ നമുക്ക് ഇങ്ങോട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ 2 to 3യിലെ ഇൻഫിനിറ്റി ഇങ്ങോട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയെങ്കിലും പിന്നെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. അതായത് A of K ij is equal to minimum of A of K minus 1 ij, A of K minus 1 ij ഇങ്ങനെ കൊടുക്കും. ഇത് കാണുമ്പോൾ ഇതായിട്ട് തോന്നുമെങ്കിലും ഈ ഇക്വേഷൻ എളുപ്പമാണ്. അപ്പൊ ഇതൊന്ന് ഇതിന്റെ ഇക്വേഷൻ നോക്കാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്തു. ഇക്വേഷൻ ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് പറയാം. അതായത് A of K ij എന്ന് പറയുന്നത് മിനിമം ഓഫ് A of K minus 1 ij, A of K minus 1 ik, A of K minus 1 kj എന്ന് വരും. അപ്പൊ A of 1 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? A of 1 അത് ഞാൻ പറയാം. അപ്പം വരുന്നത് A1 of 1 1. അപ്പം ഇവിടെ വരുമ്പം മിനിമം ഓഫ് നോക്കുക K minus 1 അല്ലെ, K minus 1 എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ. മിനിമം ഓഫ് A0 1 1 കോമ A0 1 1 പ്ലസ് A0 1 1 ദാറ്റ് ഈസ് 0. പിന്നെ 1 2 മിനിമം ഓഫ് ഇത് 1 ആയതുകൊണ്ട് 0 1 2 ഉണ്ട് കോമ A0 ഓഫ് I എന്ന്. ഈ ഇക്വേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. IK KJ ഇവിടെ IJ ആണ്, IK KJ നോക്കാം. IK K1 ആണ്, KJ K1 ആണ്, 1 2 അവിടെ മിനിമം അത് നോക്കി എടുക്കുക വാല്യൂ, അതിലെ മിനിമം എഴുതുക. അതുപോലെ തന്നെ ഇവിടെ A of 1 1 2 അവിടെ A0 of 1 2 A0 of 1 1 അത് വരുന്നത് ഇതാണ് IK.
S0 of 1 1, S0 of 1 1, അങ്ങനെ ഇത്രയും ഈക്വേഷൻ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ A1 of 2 1, A1 of 2 2, A1 of 2 3, അങ്ങനെ കുറെ ഇതുകളെ കമ്പ്യൂട്ട് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി ഞാൻ കാണിക്കാം. A2 3 3 എന്ന് പറയുമ്പോൾ മിനിമമോ ഇത് AK ആണ്, ഇത് AK -1 ആണ്. അപ്പൊ ഈ വാല്യൂസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഐട്രേഷൻ കഴിയും തോറും ഓരോ വാല്യൂസ് ഇങ്ങനെ ഓരോ ഐട്രേഷൻ കിട്ടും. ആ വാല്യൂസ് വെച്ച് കുറച്ച് കൊണ്ടുവരണം. A2 of 2 1, A2 of 2 3, A2 of 2 3, അങ്ങനത്തെ മിനിമം എടുത്തിട്ട് മിനിമം 5 എടുക്കുക. അതായത് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇതാണ്. അവിടെയും കോംപ്ലക്സിറ്റി തീറ്റ ഓഫ് n³ ആണ് വരുന്നത്. n³ ആണ് വരുന്നത്. അതൊന്ന് നോക്കാം. അതായത് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞാല് നമ്മുടെ അൽഗോരിതംസ് നമ്മൾ ആദ്യം ടൈം കോംപ്ലക്സിറ്റി ഒക്കെ പ്രിലിമിനറി ഇതാണ്, അത് വിടുക. പ്രധാനമായിട്ടും ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി, ഡയനാമിക്, പിന്നെ ബാക്ക് ട്രാക്കിങ്, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, ഇത്രയാണ്. അതിലെ ഡിവൈഡ് ആൻഡ് കോൺകർ അവിടെ നല്ലൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു, ബൈനറി സെർച്ച്. ഗ്രീഡി ഉണ്ട്. ഗ്രീഡിയിൽ നമ്മൾ ആ ബാഗ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു എക്സാമ്പിൾ ചെയ്തു, ഫ്രാക്ഷനും കൂടെ എടുത്തൊരു എക്സാമ്പിൾ ചെയ്തു. ഡയനാമിക്കിൽ വരുന്ന ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് ഓപ്റ്റിമൽ ബൈനറി സെർച്ച്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ വിചാരിക്കരുത് ഗ്രീഡിയിലെ ബൈനറി സെർച്ച് ആണ്. ഏത് പ്രോഗ്രാമിലാണ് ചോദിച്ചതെന്ന് വിചാരിച്ചുകൊണ്ടേ ചെയ്യാവുള്ളൂ. ഡയനാമിക്കിൽ നമ്മൾ പറയുന്ന ഈ ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ഗ്രീഡിയിലെ ബൈനറി സെർച്ചേ അല്ല. കാരണം ഓപ്റ്റിമൽ ബൈനറി സെർച്ചിൽ ഇത്രയേ ഉള്ളൂ, ഐഡന്റിഫയേഴ്സ് കാണാനുള്ള പ്രോബബിലിറ്റി തന്നാൽ ആ ഐഡന്റിഫയേഴ്സിനെ നിങ്ങൾ എങ്ങനെ ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, അതാണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ ഡയനാമിക് ഈ ഡിവൈഡ് ആൻഡ് കോൺകർ ഡിവൈഡ് ചെയ്ത് റെക്കസീവ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു, ഗ്രീഡിയിൽ സബ്സെറ്റ് കാണുന്നു, അല്ലെ ഓപ്റ്റിമൈസ് ചെയ്യുന്നു. എന്നാൽ ഡയനാമിക്കിൽ ഇതൊന്നും അല്ല നടക്കുന്നത്. ഡയനാമിക്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജിലായിക്കോട്ടെ നിങ്ങൾ നിൽക്കുന്നത്, ആ സ്റ്റേജിൽ നിന്നും അതിനു മുമ്പുള്ള ആ സ്റ്റേജിൽ നിന്നും ഇനി ഓപ്റ്റിമൈസ് ചെയ്യുന്ന വിധത്തിൽ എങ്ങോട്ട് പോകാം. നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് വാല്യൂസിനെ ടാബുലേറ്റ് ചെയ്തിട്ടേ അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഒരു ബാക്ക് ട്രാക്കിംഗ് അത് പറഞ്ഞപ്പോഴാണ് ഡയനാമിക് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ്. ഞാൻ അതിന്റെ ജസ്റ്റ് 3 ക്ലാസ് ഇരുന്നതിന് മുമ്പ് കാണിക്കാം. ബാക്ക് ട്രാക്കിംഗ് ഉണ്ട്, പിന്നെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. നിങ്ങൾ ഏതായാലും ഇതൊന്ന് നോക്കണം, ഷെയർ ചെയ്യാൻ. ഞാൻ 4 എലമെന്റ്സ് ഉണ്ട് ഇവിടെ, 4 ഐഡന്റിഫയേഴ്സ് ഉണ്ട്. അത് ഡു, ഇഫ്, ഇൻ, വൈൽ. ഇത് കാണാനുള്ള പ്രോബബിലിറ്റീസ് ആണ് ഈ പറയുന്ന 3 3 1 1. 3 പ്രോബബിലിറ്റി ഒരിക്കലും വരികയെന്ന് ഞങ്ങൾക്കറിയാം. ആ ആക്ച്വൽ പ്രോബബിലിറ്റി 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Q0 എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിഫയറും കാണാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. 3 എന്ന് പറഞ്ഞാൽ P1 കാണാതിരിക്കാനുള്ളത്, P2 കാണാതിരിക്കാനുള്ളത്, P3 P4. എന്നിട്ട് ഈക്വേഷൻ പറയാണ് Cij ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് Ci k-1 പ്ലസ് Ckj പ്ലസ് Wij വേർ I ലെസ് ദാൻ k ലെസ് ദാൻ ഓർ ഈക്വൽ ടു j. Cii 0. അപ്പൊ സിക്കകത്ത് ഈക്വൽ വാല്യൂസ് വന്നാൽ അതെല്ലാം 0 ആയി. Wi Qi, Wനകത്ത് രണ്ടും ഈക്വൽ വാല്യൂ വന്നാൽ അത് Qi ആയിരിക്കും. അപ്പൊ W22 എന്തായിരിക്കും? 22 ആയിരിക്കും. Q2 എന്ന് പറയുന്നത് 0 1 2 1 ആയിരിക്കും. ഇതേപോലെ തന്നെ Rii, R22 ആയിക്കോട്ടെ, R33 ആയിക്കോട്ടെ, എല്ലാം 0 ആയിരിക്കും. Wij എന്ന് പറഞ്ഞാൽ Pj പ്ലസ് Qj പ്ലസ് Wi j-1 ആയി. അപ്പോൾ Wii എപ്പോഴും Qi ആയിരിക്കും അല്ലെ? അപ്പൊ അത് വെച്ചത് കാണാം. Rij എന്ന് പറഞ്ഞാൽ ഈ Cij മിനിമൈസ് ചെയ്യുന്നത്തെ k വാല്യൂ ആണ്. Cii 0 ആണ്, Rii 0 ആണ്, Wii Qi ആണ്. നമ്മളിത് ആദ്യത്തെ റോ കണ്ടു. W00 എന്ന് പറയുന്നത് Q0 ആണ്. Wii Qi Q0 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്. പിന്നെ പറഞ്ഞു Cii അതിനകത്ത് എന്ത് വാല്യൂ ആയിക്കോട്ടെ 0. അതിന്റെ അർത്ഥം എന്നതാ, സിക്കകത്തിട്ട് ഈക്വൽ വാല്യൂസ് വന്നാൽ അതെല്ലാം 0 ആയി. Riയും 0 ആയി. W11 Wii Qi ആണ്, W11 Q1 ആണ്. Qi കൊടുത്തു, അത് കൊടുത്തു. പിന്നെ C11 സിക്കകത്ത് ഈക്വൽ വാല്യൂസ് വന്നാൽ ഒക്കെ 0. Rii 0.
അതുപോലെ WII എന്ന് പറയുന്നത് QI, ദാറ്റ് ഈസ് Q2. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. CII 0 ആയിരിക്കും, RII 0 ആയിരിക്കും. WII QI, സോ W33 Q3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. C33 0 ആയിരിക്കും, R33 0 ആയിരിക്കും. WII Q4 അത് തന്നിട്ടുണ്ട്. CII 0 ആയിരിക്കും, RII 0 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഓരോരോ വാല്യൂസ് ആയിട്ട് കാണുകയാണ്. WIJ എന്ന് പറഞ്ഞാൽ PJ plus QJ plus WIJ minus 1. CIJ is equal to minimum of CIK minus 1 plus CKJ plus WIJ where I less than K less than or equal to J. W01 is equal to P1 plus Q1 plus W00 plus 3 plus 3 plus അതവിടെ നിൽക്കട്ടെ. അപ്പം ആദ്യം നമ്മളെ ഈ ഒരു സെറ്റിൽ വെച്ച് ആദ്യം നമ്മൾ ആ വാല്യൂസ് കൊടുക്കും. ഇവിടെ നമ്മൾ ഈ കണ്ട വാല്യൂസ് ഇവിടെ ഈ ഒരു റോയിൽ എപ്പോഴും ഞാൻ പറയുന്നു റോ കഴിഞ്ഞ് താഴോട്ട് കമ്പ്യൂട്ട് ചെയ്യാം. പിന്നെ W01 ആണ് അടുത്തതായിട്ട് കാണുന്നത്. ഇതും കണ്ടിട്ട് നമുക്ക് ലാസ്റ്റത്തെ അതും കൂടെ ഇടയ്ക്കത്തെ നിങ്ങൾ തന്നെ ചെയ്യാം. W01 എന്ന് പറഞ്ഞാൽ P1 എന്തായിരിക്കും? നമുക്ക് ഈക്വേഷൻ ഉണ്ട്. WIJ is equal to PJ plus QJ plus WIJ minus 1. PJ plus QJ, P1 plus Q1 IJ plus WIJ minus 1. WI 0 ആണ്, J minus 1 0 ആണ്. അപ്പോൾ P1 തന്നിട്ടുണ്ട് 3, Q1 തന്നിട്ടുണ്ട് 3. അതായത് ഫസ്റ്റ് ഐഡന്റിഫയർ കാണാനുള്ള പ്രോബബിലിറ്റി, ഫസ്റ്റ് ഐഡന്റിഫയർ കാണാതിരിക്കാനുള്ള പ്രോബബിലിറ്റി W00 തന്നിട്ടുണ്ട്. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട് 2. ഇതേപോലെ തന്നെ C01 മിനിമം ഓഫ് C0 എന്തുകൊണ്ടാണ്? CIJ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് CIK പ്ലസ് CIK minus 1 plus CKJ. I less than K less than or equal to J. അപ്പൊ ഇവിടെ I 0 ആണ്, J 1. I 0 ആണെങ്കിൽ I 0 എന്ന് കൊടുത്തു. Kക്ക് ഏതൊക്കെ വാല്യൂ വരാം? K എപ്പോഴും ഐയേക്കാൾ കൂടുതലായിരിക്കും. K 1 ആണ്, 1 ആകാം, പിന്നെ J ആകാം. അപ്പൊ ഇവിടെ നമ്മുടെ കേസിൽ Kക്ക് 1 ആകാൻ പറ്റുള്ളൂ. നമ്മൾ 1 എന്ന് CIK minus 1 00 പ്ലസ് CK 1 എന്ന് എടുത്തു, J 11 പ്ലസ് W01 8 കൊടുത്തു. ഇവിടുത്തെ മിനിമം 8. ഇനി ഇത് എവിടാണോ ഇത് മിനിമൈസ് ചെയ്യുന്നത്, ഈ വാല്യൂ മിനിമൈസ് ചെയ്യുന്നത് എവിടാണോ അവിടെ നമ്മൾ അവിടുത്തെ വാല്യൂവിനെയാണ് നമ്മൾ അവിടുത്തെ K ആണ് നമ്മുടെ R വാല്യൂ. അപ്പൊ R01 എന്ന് പറഞ്ഞാൽ ഈ C01നെ എവിടം കൊണ്ടാണ് മിനിമൈസ് ചെയ്തത്? ഇവിടെ കൂടുതൽ ഇടം കൊണ്ട് മിനിമൈസ് ചെയ്യാനില്ല, കാരണം ഒരൊറ്റ ടൈമിൽ. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു. ഇവിടുത്തെ K ഏതാ? 1 ആണ് അല്ലെ? K minus 1 0, K 1, ആ 1 കൊടുത്തു. R01 1. അപ്പൊ ഇതേപോലെ താഴോട്ട് അത് നിങ്ങൾ നോക്കുക. അപ്പൊ ഇത് തന്നെ സിമ്പിൾ ആണ്, കുറെ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. W12 P2 plus Q2, W1 2 minus 1 കൊടുക്കുന്നു. C12 മിനിമം ഇങ്ങനെ ചെയ്തു. അങ്ങനെ R12 അങ്ങനെ താഴോട്ട് വന്ന് നമുക്ക് W04ൽ വന്നു. W04 എന്ന് പറഞ്ഞാൽ WIJ PJ plus QJ, P4 Q4 നമുക്ക് തന്നിട്ടുണ്ട്. W04 minus 1, W03 അത് നമ്മുടെ ടേബിളിലുണ്ട്. ടേബിളിൽ അത് 14 എന്ന് കിടപ്പുണ്ട്. സോ 16. C04 എന്ന് പറഞ്ഞാൽ ഇവിടെ K ശ്രദ്ധിച്ചോണം, I less than K less than or equal to J. ഇത് I ആണ്. അപ്പൊ ഐയേക്കാ ഒന്ന് കൂടിയിരിക്കണം. J വരെ വേണേ Kക്ക് വരാം. അപ്പൊ Kക്ക് 1, Kക്ക് 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം. നമ്മൾ 1 കൊടുത്തു. C0 K minus 1 1 കൊടുത്തപ്പോൾ K minus 1 1 minus 1 പ്ലസ് CKJ Kയുടെ വാല്യൂ 1 കൊടുത്തു, J കൊടുത്തു. പിന്നെ അടുത്തടുത്ത് C0 Kയുടെ വാല്യൂ 2 minus 1 എന്നിട്ട് KJ Kയുടെ വാല്യൂ 2. പിന്നെ അതുപോലെ തന്നെ 3 കൊടുത്തപ്പോൾ 3 minus 1 3 4 C0 3. അങ്ങനെ C44 വരെ കണ്ടിട്ട് W04 16. ഇതെല്ലാം കൂടെ കൂട്ടി അപ്പൊ ഇതിലെ മിനിമം 16 എന്ന് കിട്ടി. W04ന്റെ 16 കൊണ്ട് 32. അപ്പോൾ ഇതിൽ which term has given us minimum? This one അല്ലെ? C021 C024 ഈ സാധനമാണ് നമുക്ക് മിനിമം തന്നിട്ട്.
ഈ മിനിമം തന്നിരിക്കുന്നിടത്തെ കെ അല്ലെ, ഈ മിനിമം തന്നിരിക്കുന്നിടത്തെ കെ ആയിരിക്കുമല്ലോ R04. അപ്പം മിനിമം തന്നിരിക്കുന്നത് ഇവിടെ വെച്ചാണ് മിനിമം കിട്ടി. അവിടെ കെയുടെ വാല്യൂ 2. R04 so 2 അല്ലെ, R04 അതുകൊണ്ട് 2 ആയി. ഇനി R04 2 ആയതുകൊണ്ട് അത് സെക്കൻഡ് ഐഡന്റിഫയർ ആണ്, റൂട്ടിൽ. അപ്പൊ ഈ ഇനി ആ റൂട്ട് കിട്ടിയ ഇത് നോക്കുക, ഇത് കിട്ടിയത് ഇവിടുന്ന് C01 നിന്നും C2, ലെഫ്റ്റ് C01 റൈറ്റ് C24, ലെഫ്റ്റ് C01 റൈറ്റ്. അപ്പൊ R01 R24. R01ന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് 1 എന്ന് കിട്ടിയിട്ടുണ്ട്, R24ന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് 1 റൈറ്റ് 3 ആയിരിക്കും. ലെഫ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐഡന്റിഫയർ അല്ലേ, ലെഫ്റ്റ് 1 റൈറ്റ് ഫസ്റ്റ് ഐഡന്റിഫയർ ഡു ആണ്, റൈറ്റിലെ തേർഡ് ഐഡന്റിഫയർ ഇൻഡ് ആണ്, ലെഫ്റ്റും റൈറ്റും. പിന്നെ ഇൻഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നു നോക്കും. അപ്പൊ അത് മറ്റേ ഇത് കോസ്റ്റ് ഐ ജെ നോക്കും, അതിന്റെ ലെഫ്റ്റും റൈറ്റും. അപ്പൊ കോസ്റ്റ് ഐ ജെയുടെ ലെഫ്റ്റും റൈറ്റും ഇതായിരിക്കണം 2 2 3 4. നിങ്ങൾ അതിനെ ചെക്ക് ചെയ്യുക. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ലൈഡ് നോക്കാം. ഇത് 0 ആയിരിക്കും, ഇത് 4 ആയി. അപ്പം ഫോർത്ത് ഐഡന്റിഫയർ വൈ. റൂട്ട് ഇഫ് കൊടുത്തു, ലെഫ്റ്റ് ഡു, റൈറ്റ് ഇൻഡ്, റൈറ്റ് വൈ. ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബിഗ് ഓഫ് n raised to 3n. ഇനി ഇതാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ ഇങ്ങനെ ഒരു ആരോ, ഇങ്ങനെ തിരിച്ചൊരു ആരോ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു ആരോ ഉണ്ട്. നമ്മൾ ഇതിനെ മെട്രിക്സ് ആയിട്ട് ഇത് ചെയ്തു. 1 to 2, 1 to 4 ഇതിന്റെ വെയിറ്റ് എല്ലാം കൊടുത്തു, 3 to 2 കൊടുത്തു. അപ്പൊ ഒരു കാര്യമുണ്ട്, 2 to 3 കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 to 2 നമ്മൾ ഇൻഫിനിറ്റി 3 to 2, 1 to 1 ഇല്ല, 2 to 2 അങ്ങനെ അങ്ങോട്ടില്ലാത്തതിന് ഇൻഫിനിറ്റി. എന്നിട്ട് നമ്മൾ AK11 A111 AKIJ is equal to minimum of AK minus 1 IJ, that is AK minus 1 11, comma AK minus 1 IK minus 1. മനസ്സിലായി? AK minus 1 IK, sorry, AK minus 1 IK 11 plus AK minus 1 KJ 11. അപ്പം ഈ A0 എന്ന് ഉദ്ദേശിക്കുന്ന ഓർത്തോണം ഈ ഒരു മെട്രിക്സ്, ഇവിടുന്ന് നമ്മൾ A112 A113 ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം A1 എന്നൊരു മെട്രിക്സ് കാണും. A1 എന്നൊരു മെട്രിക്സ്, ഇങ്ങനെ ഒരു മെട്രിക്സ് അവസാനം നിങ്ങൾക്ക് കിട്ടും. ഈ മെട്രിക്സ് എന്നാണ് പിന്നെ അടുത്ത കമ്പ്യൂട്ടേഷൻ വരുന്നത്. A233 എന്ന് പറയുന്നത് മിനിമമോ, അപ്പം ഇത് K2 ആയി, ഇവിടെ K1 ആണ്. മനസ്സിലായി? K1 ആണ്. അപ്പൊ K1 ആകും, 33 എന്ന് കൊടുക്കും, ഇതിലെയും 1 ആകും, 32, ഇവിടെയും ഇത് കൊടുത്തു. ഇങ്ങനെ ഈ വാല്യൂസ് കൊടുക്കുക. 31 മിനിമം ഓഫ് 65 5 എന്ന് കൊടുത്തു. പിന്നെ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അവസാനം ഇങ്ങനെ ഒരു ഇത് കിട്ടണം. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി തീറ്റ ഓഫ് n ക്യൂബ് ആണ്. കോംപ്ലക്സിറ്റി ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക, ഒരു ഡൈനാമിക് അൽഗോരിതം എന്ന് പറഞ്ഞാല് അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഡൈനാമിക് അൽഗോരിതം ഇല്ല. എപ്പോഴും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത്, ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടേബിളിൽ നിന്ന് നിങ്ങൾ വാല്യൂസിനെ എടുക്കുക. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ 2 അൽഗോരിതംസ് ഇതിനകത്തുള്ളത്, അതിന്റെ അൽഗോരിതം ഒക്കെ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീയും അതുപോലെ തന്നെ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്തും. അപ്പൊ ഈ ഓപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീയും ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാത്തും ഈ 2 എണ്ണവും ടേബിൾ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടേബിൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇങ്ങനത്തെ ഒരു നോക്കാനുണ്ട്. ഇവിടെ ഒരു സ്പാൻ, ഇത് നമ്മൾ അവസാനം അറിയാവുന്ന സംഗതി തന്നെയാണ്.
ഇത് നമ്മളൊരു വരച്ചായിരുന്നു. ഇവിടെ നമ്മളൊരു സ്പാനിങ് ട്രീ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. വേറൊന്നുണ്ട്, ക്യൂബ് വരച്ചിട്ട് അവിടെ നമ്മളൊരു സ്പാനിങ് ട്രീ വരച്ചിരുന്നു. അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതൊന്നുകൂടെ ഞാനൊന്ന് അത് നിങ്ങളുടെ ഇതിനകത്ത് ഇങ്ങോട്ട് എടുത്തു തരാം. ഈ ഒരു ഡെഫിനേഷൻ ഒന്ന് ഓർത്തോണം. അത് നിങ്ങളുടെ ഇതിന് ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് അൽഗോരിതത്തിൽ ഇനി അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഏതായാലും ഇത് a minimum cost spanning tree is a connected subgraph S of graph G is said to be spanning tree if and only if it contains all vertices of graph G and minimum total weight of edges. E must be a cyclic area. Solve real world problems, finding shortest route of timing, airline route, finding least cost path in network, etc. Given an undirected graph GD and WU per member of edge E such that one S connects all vertices in a spanning tree and contains all vertices in the graph. ഇങ്ങനെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. സൈക്കിൾ പാടില്ല, യുണീക്ക് ആയിരിക്കണമെന്നില്ല, E-1 എഡ്ജസ് ഉണ്ട്, ഇങ്ങനെ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ഒരു ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. നമുക്കിനി നാളെ മുതൽ ചെയ്യാനുള്ള 2 ഭാഗങ്ങളാണ് ബാക്ക് ട്രാക്കിങ്ങും പിന്നെ ഇതും. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ഇത് ക്യൂൻസ് പ്രോബ്ലം എന്ന് പറയും. ഈ ക്യൂൻസ് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഒന്നുകൂടെ നോക്കാൻ പറ്റേ. ക്യൂൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞാല് നമ്മളൊരു ചെസ് ബോർഡില് 4 ക്യൂനെ മനസ്സിലായി. അപ്പൊ ഒരു കാര്യമുണ്ട്, നമുക്ക് അറിയാം, ഈ ക്യൂൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യരുത്. ഈ ക്യൂൻസ് സെയിം കോളത്തിലാവരുത്, സെയിം റോയിലാവരുത്, ഡയഗണലാവരുത്. മനസ്സിലായി? സെയിം കോളത്തിലാവരുത്, സെയിം റോയിലാവരുത്, ഡയഗണലാവരുത്. ഇങ്ങനെ 4 പേരെ 4 ക്യൂൻസിനെ ഇരുത്തിയിരിക്കുക. ഇതിനുള്ള സൊല്യൂഷൻ അപ്പൊ ഞാൻ പറഞ്ഞു, ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു ഇതുണ്ടാക്കിയിട്ട്, വലിയൊരു സ്പേസ് ട്രീ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ പറഞ്ഞിട്ട് ബാക്ക് ട്രാക്ക് ചെയ്യുക. നമ്മുടെ ഈ കേസിൽ നമ്മൾ 2 ക്യൂവിനെ സെയിം റോയിലും സെയിം കോളത്തിലും ഇരിക്കരുതെന്ന് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് സ്പേസ് ട്രീ അവിടെ നിന്ന് ഡയഗണൽ ആവരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ബാക്ക് ട്രാക്ക് ചെയ്യും. ആദ്യം പറയുന്നതിന് ഒരു പേര് പറയുന്നുണ്ട്, രണ്ടാളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഏതായാലും ട്രീ എന്നാണ്. ട്രീ കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നും, പക്ഷെ അത് വലിയ പ്രശ്നമില്ല. അതായത് ഇങ്ങനെ 2 പൊസിഷനിൽ ഇരുത്താം. അതായത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ഇരുത്താം, സെക്കൻഡ് റോയിലെ ഫോർത്തില്, തേർഡ് റോയിലെ ഫസ്റ്റില്, ഫോർത്ത് റോയിലെ തേർഡില്. അതുപോലെ തന്നെ ഇവിടെ ഇരുത്താം, ഫസ്റ്റ് റോയിലെ തേർഡില്, സെക്കൻഡ് റോയിലെ ഫസ്റ്റില്, തേർഡ് റോയിലെ ഫോർത്തില്, ഫോർത്ത് റോയിലെ സെക്കൻഡില്. ഇവിടെ ഒന്നും അറ്റാക്ക് ചെയ്യാനുള്ള ഇതില്ല, കാരണം ഡയഗണലോ അല്ല. അപ്പൊ ഇങ്ങനെ ഇരുത്തണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡ്രോ എ ഫേസ്. ഇതാണ് അതിന്റെ ഒരു തീം. അതായത് ഇങ്ങനെയൊരു ഫേസ് ഡയഗ്രാം വരച്ചിട്ട് ഇവിടെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോണം. എ, ഇതും എ, ഇത് രണ്ടും ആൻസേഴ്സ്. ഇത് രണ്ടും ആൻസേഴ്സ് ആണ്. നോക്കി, 2, 4, 1, 3. അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ആദ്യം വരയ്ക്കുമ്പോൾ ഒരു ക്യൂവിനെ ഫസ്റ്റ് കോളത്തിൽ ഇരിക്കുന്നു, സെക്കൻഡിൽ ഇരിക്കുന്നു, തേർഡിൽ ഇരിക്കുന്നു, ഫോർത്തിൽ. അപ്പം ഫസ്റ്റിൽ ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോളത്തിൽ ഫസ്റ്റിൽ ഇരുത്താൻ വയ്യ, 2, 3, 4. അങ്ങനെ സെയിം കോളം. ഇത് ഓരോന്നും ഓരോ റോ ആണെന്നാണ് നമ്മുടെ സങ്കല്പം. 1നെ
ഫസ്റ്റ് കോളത്തിൽ ഇരുത്തുന്നു, ഫസ്റ്റ് റോയിലെ കോളത്തിൽ ഇരുത്തുന്നു. അപ്പൊ അടുത്ത റോയില് താഴത്തെ അടുത്ത റോയാണ്, പിന്നെ ഒന്നാമത്തെ കോളത്തിൽ ഇരുത്താൻ പറ്റുകയില്ല അല്ലെ? അതായത് ഇവിടെ ഒരു ക്യൂവിനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുത്താൻ പറ്റുകയില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം കോളത്തിൽ ഇരുത്തി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അസംഷൻ അടുത്ത താഴോട്ട് വരുമ്പോൾ അടുത്ത റോയാണ്, പിന്നെ കോളമാണ്. മനസ്സിലായി? അപ്പൊ അടുത്ത കോളത്തിൽ ഇങ്ങനെ. അപ്പം ഒന്നാമത്തെ, രണ്ടാമത്തെ, ആദ്യം നമുക്ക് ഏത് കോളത്തിൽ വേണേ ഇരുത്താം, കാരണം വേറെ ആരും. അടുത്ത തവണ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടിലും മൂന്നിലും നാല് രൂപ കിട്ടും, രണ്ടിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിലും മൂന്നിലും നാല് രൂപ കിട്ടും. ഇങ്ങനെ ഇങ്ങനെ ട്രീയെ ഒരെണ്ണം ജനറേറ്റ് ചെയ്യും. ഈ ട്രീ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം സെർച്ച് നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവും, മുമ്പോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഡയഗണൽ എലമെന്റ് വരുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നു, എക്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. പിന്നെ ഇവിടെ എക്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1, എക്സ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2. ഡയഗണൽ ആയല്ലോ. ആ കണ്ടീഷൻ കാണുന്നിടത്തുനിന്ന് ഇത് എന്ത് ചെയ്യും, ബാക്ക് ട്രാക്ക്. അങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് ഒരു സെറ്റ് ഓഫ് നോട്ട്സ് കിട്ടും. ആ സെറ്റ് ഓഫ് നോട്ട്സ് ആണ് നമുക്ക് ഈ പിന്നെ ആൻസർ ആയിട്ട് വരും. ആ ആൻസർ ഇതോ 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 ആകാം. അപ്പൊ ആ ആൻസർ വരുന്നത് ഞാൻ പറയാം, ഇത് കണ്ടോ, ഇത് ഈ ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൽ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം 3, 1, 4, 2, 3, 1, 4, 2 ആൻസറും. ബാക്കി എവിടെങ്കിലും ഒക്കെ വെച്ച് ബാക്ക് ട്രാക്ക് ആവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ x1 ഈസ് ഈക്വൽ ടു 3, എന്നിട്ട് അടുത്ത റോയിൽ 4 കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. 3ലും 4ലും വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ ആവുമല്ലോ. അപ്പൊ അങ്ങനെ അവിടെ വരുമ്പോ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, ഇവിടെ ബാക്ക് ട്രാക്ക് ചെയ്യും, താഴോട്ടുള്ളത് നോക്കുകയല്ല. മനസ്സിലായി? അതേപോലെ എവിടെയൊക്കെ ബാക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ 3 ഇവിടെ വന്നപ്പോ 2ലാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോയിലെ ആലോചിച്ച് നോക്കി, ഫസ്റ്റ് റോയിലെ 3ലും സെക്കൻഡ് റോയിലെ 2ലും വെച്ചു ഡയഗണലായി. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് റോയിലെ 3യും സെക്കൻഡ് റോയിലെ 2ലും വെച്ചു ഡയഗണലായി. അപ്പൊ ഇവിടെ വെച്ച് ബാക്ക് ട്രാക്ക് ചെയ്യും. പിന്നെ ഈ താഴത്തെ നോട്ട്സ് സെർച്ച് ചെയ്യുമോ? ഇല്ല. ആ നോട്ട്സ് സെർച്ച് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് അതിന്റെ എഫിഷ്യൻസി. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ, ഒരു ആൻസർ ആണ് 3, ഈ പറഞ്ഞ സാധനം 3, ഇവിടെ 3 വന്നു, പിന്നെ 1, 4, 2. അതുപോലെ തന്നെ നമുക്ക് 2, ഇതാണ് എന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ട്രീ ഉണ്ട്. നിങ്ങൾ ആ സ്ലൈഡ് നോക്കുമ്പോൾ ആ ട്രീയും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. ഇതാണ് ഇതിന്റെ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ ഒരു സംഗതി നോക്കാനുള്ളത്, ഇനിയിപ്പം എത്ര എടുത്തു ഒന്നുകൂടെ നമുക്ക് ഇത് ചെയ്യാം. നിങ്ങളുടെ ആ മെറ്റീരിയലിന്റെ ആ ഡൈനാമിക് ഒന്ന് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിനകത്ത് ഈ രണ്ടെണ്ണം കിടപ്പുണ്ട്. ആ രണ്ടെണ്ണം കിടക്കുമ്പോൾ അതെന്താണെന്നുള്ളത്
നമുക്ക് അടുത്തായിട്ട് ആ നോട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കണം. ഞാന് ഇപ്പൊ ഡിവൈഡ് ആൻഡ് കോൺകറിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. പിന്നെ ബാക്ക് ട്രാക്കിംഗ് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളതാണ്. എങ്കിലും ജസ്റ്റ് ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. NP ഹാർഡ് ആൻഡ് NP കംപ്ലീറ്റ് എന്ന്. NP ഹാർഡ് ആൻഡ് NP കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കാണുന്നത് പൊതുവെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താണ് അൽഗോരിതംസ് എല്ലാം തന്നെ ഒന്നുകിൽ അത് പോളിനോമിയൽ ആയിട്ട് കാണും, അല്ലെങ്കിൽ അത് എക്സ്പൊണൻഷ്യൽ ആയിട്ട്. ഇപ്പൊ പോളിനോമിയൽ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതംസ് എല്ലാം ഒരുവിധം പോളിനോമിയൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസ് എല്ലാം ഒരുവിധം എക്സ്പൊണൻഷ്യൽ. ഇങ്ങനെ രണ്ട് വിധത്തിൽ അൽഗോരിതംസ് ഡിവൈഡ് ചെയ്യും. പൊതുവിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോളിനോമിയൽ കോംപ്ലക്സിറ്റി ഉള്ള അതിന്റെ എക്സ്പൊണൻഷ്യൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു പ്രോബ്ലത്തിന് ഇതുവരെ ഒരു പോളിനോമിയൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഒരു റീസൺ എന്താണെന്ന് അതിനെയാണ് നമ്മൾ NP പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ പ്രോബ്ലംസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക്കും നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എന്താ ചെയ്യണ്ടേ, ഒരു പർട്ടിക്കുലർ പ്രോബ്ലം പിന്നെ ഒരു പർട്ടിക്കുലർ അൽഗോരിതത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. അല്ല എങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഇപ്പൊ നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്ന അതിൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനം അപ്ലൈ ചെയ്യും. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറഞ്ഞൊരു അൽഗോരിതത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയാതിരുന്നത്, നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും. ഹ്യൂറിസ്റ്റിക്സ് എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ബൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഈ ബൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളവിടെ ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം NP ഹാർഡ് ആൻഡ് NP കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസിനെ പോളിനോമിയലും നോൺ പോളിനോമിയലുമായിട്ട് തിരിച്ചിരിക്കും. ദർ ഈസ് നോ പ്രോബ്ലം വിച്ച് ഹാസ് ബോത്ത് പോളിനോമിയൽ ആൻഡ് എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് പോളിനോമിയലും എക്സ്പൊണൻഷ്യലും ആയിട്ടൊരു ഇതില്ല. പിന്നെ ഒന്ന് രണ്ട് ഡെഫിനേഷൻ ഒക്കെ പറയുന്നുണ്ട്. ആ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അതായത് ഇതിങ്ങനെയാണ് പറയുന്നത്, X1 X2 X10 എന്ന് പറയുന്ന കുറെ പ്രോബ്ലംസ് റിലേറ്റഡ് ആണ്. അതിന് ഒരെണ്ണത്തിനെ സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റും. അതിനെ NP കംപ്ലീറ്റ് പ്രോബ്ലം എന്ന് പറയും. ഇനി വേറൊരു അൺറിലേറ്റഡ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റിയപ്പോൾ അതിന്റെ കൂടെ ഇത് പറ്റിയെങ്കിൽ അത് NP ഹാർഡായി. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അതൊക്കെ കൂടെ നിൽക്കട്ടെ. NP കംപ്ലീറ്റ് ഇപ്പൊ ഇതിനകത്ത് പിന്നെ അതുപോലെ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറയുന്നു. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറയുന്നുണ്ട്. അതിനൊരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. ആ ഡയഗ്രാം ഞാൻ പറയാം. ആ ഡയഗ്രാമിനകത്താണ് ഇത് പറയുന്നത്. പിന്നെ NP കംപ്ലീറ്റും NP ഹാർഡും കൂടെ ഇത് ചെയ്യുന്നതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില അൽഗോരിതം നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം അല്ല, അതിന്റെ ഒരു ചെറിയ സാമ്പിളും നിങ്ങളുടെ നോട്ട്സിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ഒന്ന് പറയാം, പിന്നെ നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിനെ പറ്റി പറയുന്നത്. NP ഹാർഡ്, NP കംപ്ലീറ്റ്, NP.
എൻ പി എന്ന് പറഞ്ഞാല് ഇത് നോൺ പോളിനോമിയൽ ഇത് കണ്ടോ, ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. ഈ എൻ പി കംപ്ലീറ്റ്, എൻ പി ഹാർഡ്. ഈ എൻ പി കംപ്ലീറ്റും ഇത് എൻ പി ഹാർഡ് ആണെങ്കിൽ അത് എൻ പി കംപ്ലീറ്റും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എൻ പി കംപ്ലീറ്റും എൻ പി ഹാർഡും കൂടെ എന്താ ഇത് ജോയിൻ ചെയ്ത് വരുന്ന ഒരു ഇന്റർസെക്ഷൻ ആണ് ഈ പറയുന്ന സാധനം. പി എന്ന് പറയുന്ന എൻ പിയുടെ സബ്സെറ്റ് ആയിട്ടാണ് പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ് ആണ്. ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതത്തിന്റെ ഒരു ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചോയ്സ് ഓഫ് എസ് ആർബിട്രലി എന്ന് പറയുമ്പോൾ ഏത് എലമെന്റ് വേണേ ആകാം. ഫെയിലർ ഉണ്ട്, സക്സസ് ഉണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു ചോയ്സ് ഓഫ് 1/1 ഇത് കണ്ടോ, മേ റിസൾട്ട് ഇൻ എക്സ് ബീയിങ് അസൈൻഡ് ഇൻ എനി ഓഫ് ദി ഇൻഡിജേഴ്സ്. ഏതെങ്കിലും ഇൻഡിജറിൽ ഇത് വരാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത് നത്തിങ് സ്പെസിഫൈസ് ഹൗ ദിസ് ചോയ്സ് ഈസ് മെയ്ഡ്. അതാണ് അതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിപ്പം ഒരു അൽഗോരിതം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഫോർ നോൺ ഡിറ്റർമിനിസ്റ്റിക് ചോയ്സ് ബുക്കിലുണ്ട്, റൈറ്റ്, സക്സസ് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, let P be a set of decision problems solvable by deterministic algorithm in polynomial time. NP is a set of decision problems solvable by non-deterministic algorithm. Since deterministic algorithms are special case of non-deterministic algorithm, P is a set of NP. P set of decision problem എന്ന് പറഞ്ഞാൽ 1 0 0 ആ രീതിയിൽ ഫ്രാക്ഷനോടെ വരുമ്പോൾ നോൺ NP is a set of decision problems solvable by non-deterministic. അതായത് P ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് പോളിനോമിയൽ ടൈം. NP എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതംസ് ആണ്. ഡിറ്റർമിനിസ്റ്റിക് നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ് ആണ്. ഇതാണ് പറയുന്നത്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഈസ് വെദർ P ഈസ് NP ഓർ P ഈസ് നോട്ട് NP. Only decision problems can be ഡിസിഷൻ പ്രോബ്ലംസിന് മാത്രമേ ഇതാകാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, 0 1 എന്നുള്ള രീതിയിൽ വരുന്നതാണ് ഡിസിഷൻ പ്രോബ്ലം ആയിട്ട് വരും. പിന്നെ ഇങ്ങനെ താഴോട്ട് വന്ന് NP കംപ്ലീറ്റ്, NP ഹാർഡ്, ഈ പറയുന്ന പ്രോബ്ലം P NPയുടെ സബ്സെറ്റ് ആയിട്ട് കാണിച്ചിരിക്കും. നോട്ട് എടുക്കാമോ നമ്മൾ ഈ നിങ്ങളുടെ ബ്ലോക്ക് 4 ഇതിന്റെ കുറച്ച് ഐഡിയാസ് കിടപ്പുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടാം. ഓപ്റ്റിമൈസേഷൻ ഉണ്ടോ, അതാണ് ഓപ്റ്റിമൈസേഷൻ ഡിസിഷൻ. അതായത് നമ്മൾ 1 0 1 എന്നുള്ള രീതിയിലും മറ്റേ ഗ്രീഡി നാപ്സാക്ക് സോൾവ് ചെയ്യാം. അതല്ല, ഫ്രാക്ഷൻ എടുത്ത് വേണേലും ഓപ്റ്റിമൈസ് ചെയ്യാം. ഗ്രാഫ് കളറിങ് ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഗ്രാഫ് കളറിങ് ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലം, ഗ്രാഫ് കളറിങ്ങിന്റെ ഒക്കെ ചില ആൽഗോരിതംസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് P class, NP class. NP stand for non-deterministic polynomial. It is a class of decision problems that can be solved by non-deterministic polynomial algorithm. അതാണ് നമ്മളിപ്പോൾ മുമ്പേ കാണിച്ചത്. ഇതൊരു സ്യൂഡോ കോഡും സബ്സെറ്റ് അത് കാണിച്ചിട്ടുണ്ട്, സബ്സെറ്റും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട്. NP completeness, NP hard, introduction. പോളിനോമിയൽ റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്.
ഇതാണ്. Let L1 and L2 two problems, and there is a way to solve L1 by deterministic polynomial algorithm, and if L2 can be solved by same L1, then L1 is set to reduce L2. അതായത് L1 സോൾവ് ചെയ്യാൻ യൂസ് ചെയ്ത അൽഗോരിതം തന്നെയാണ് L2 സോൾവ് ചെയ്യാമെങ്കിൽ L1 is set to be reduced to L2. L1 ഇങ്ങനെ പറയും. തിരിച്ച് L1 L2 ആകുകയും L2 L1 അങ്ങനെ രണ്ട് വിധത്തിലും വരുവാണെങ്കിൽ ഇതിനെ പോളിനോമിയലി ഈക്വലന്റ് എന്ന് പറയും. അതൊക്കെ നമുക്ക് നോക്കാം. അതായത് ഞാൻ ഒന്നുകൂടെ ഇതൊന്നുകൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നിങ്ങളതൊന്ന് നോക്കുക. അതായത് N=4, അതായത് 4 ഐഡന്റിഫയേഴ്സ് പ്രോബബിലിറ്റീസ് തന്നിരിക്കുന്നു. CIJ RIJ കാണാൻ പറഞ്ഞു, CII QI ഇതൊക്കെ ആ വാല്യൂസ് ഉണ്ട്. പിന്നെ W00 Q0 R0 കണ്ടു. അത് നമ്മൾ ആ ഫോർമുലയിൽ നോക്കുക. CIJ കെയുടെ വാല്യൂസ് എത്തിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ് ഒന്നൊന്നായിട്ട് താഴോട്ട് വരുന്നു. ഈ വാല്യൂസ് താഴോട്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇവിടെ റൂട്ട് നമ്മൾ ഈഫ് പറഞ്ഞു, ലെഫ്റ്റ് റൈറ്റ് കോംപ്ലക്സിറ്റി പറഞ്ഞു. ഇനി ഓൾ പെയർ, അത് ഇത്രയും ഇതല്ല. ഇവിടെ ഒരു ആരോ ഉണ്ടെന്ന് നോക്കണം. ഇത് തമ്മിലുള്ള വെയിറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇങ്ങോട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടുള്ളത് ഇൻഫിനിറ്റി ആക്കിയിരിക്കുകയാണ്. പിന്നെ A11 AK11 AK-111 എന്നുള്ള രീതിയിൽ അത് A0 ആക്കി അതിന്റെ ഇതെടുത്തു. കോംപ്ലക്സിറ്റി പറഞ്ഞു, അതിന്റെ പ്രത്യേകത പറഞ്ഞു. ഔട്ട്പുട്ട് ഓഫ് സോൾവ്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ എ ടേബിൾ ആൻഡ് അവോയ്ഡ് റിപ്പീറ്റഡ് കാൽക്കുലേഷൻ. They are strongly connected. തിയറി ഒക്കെ നിങ്ങൾ നോക്കൂ. ഇവിടെ ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാല് ഇത്രയെണ്ണം എടുത്തു. AB CD എന്ന് പറഞ്ഞു. ഇതിലേക്ക് എഡ്ജുകളൊന്നും വരുന്നില്ല, പോകുന്നേ ഉള്ളൂ. ഇൻ ഡിഗ്രി അതുകൊണ്ട് 0 ആയിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഒരു എഡ്ജ് വരുന്നുണ്ട് 1, ഇതിലേക്ക് ഒരു 2 എഡ്ജ് വരുന്നുണ്ട് 2, 2 എഡ്ജ് വരുന്നുണ്ട് 2, ഇവിടേക്കും വരുന്നുണ്ട് 1. ഇതിൽ ഏറ്റവും ചെറുത് 0 ആണ്. അത് നമ്മൾ മാറ്റണം. അതായത് ഇതായിരുന്നു, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ തരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതും കഴിഞ്ഞ് A എന്ന് പറയുന്നത് മാറ്റി, A എന്ന് പറയുന്നത് മാറ്റുന്നതോടുകൂടി ഇതാവും. അപ്പം ബിയിലേക്ക് ഇപ്പം ഇൻസിഡന്റ് ഒന്നും ആകുന്നില്ല. സിയിലേക്കും അതെ ബിയിലേക്ക് അങ്ങനെ വരുമ്പം B0 ആയി. സിയിലേക്ക് ഇപ്പൊ ഇൻസിഡന്റ് ആകുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സി ഇപ്പം 1 ആയി. ഇയിലേക്ക് എന്നാ വ്യത്യാസമൊന്നുമില്ല, ഇത് രണ്ടും വരുന്നുണ്ട് 2 ആയി. ഇപ്പൊ എ ഇങ്ങനെ അടക്കാം. ഇനി ഇപ്പൊ ഇതിലും ചെറുത് ബി. ഈ ബിയെ നമുക്ക് മാറ്റണം. ബിയെ മാറ്റി കഴിഞ്ഞപ്പം ഇപ്പം സിയിലേക്ക് ഒന്നും വരുന്നില്ല, ഡിയിലേക്ക് ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് സിയും ഡിയും 0 ആയി. ഈ ഇപ്പോഴും 2 ആയിട്ട്. ഉടനെ നമ്മള്
സിയും ഡിയും ആണ് ഇനി മാറ്റേണ്ടത്. അപ്പൊ അവിടെ സി ഓർ ഡി നമുക്ക് മാറ്റാം. ടു മൂവ് സി ഓർ ഡി. സി ഓർ ഡി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഡി ഇങ്ങോട്ട് എടുക്കാം, അല്ലെങ്കിൽ സി ഇങ്ങോട്ട് എടുക്കാം. അത് കഴിയുമ്പോൾ ഈ 0 ആവും. ഈ രണ്ടിടത്തും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എ ബി സി ഡി ഇ ഇങ്ങോട്ട് എടുക്കും. അതുപോലെ തന്നെ എ ബി ഡി സി ഇ എടുക്കും. സിമ്പിൾ അൽഗോരിതം. ഇത് നമ്മൾ ഡൈനാമിക് കണ്ട പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുന്ന ഇതാണ് ഒരു സബ്സെറ്റ്. ആ സബ്സെറ്റ് മുഴുവൻ എലമെന്റ്സ് അല്ല, ഒരു സബ്സെറ്റ് മ്യൂച്വലി റീച്ചബിൾ ആണ്. ഇത് അങ്ങനെ ശരിക്കും നോക്കിയാൽ ഇത് മൂന്നും അതെ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെല്ലാം വിസിറ്റഡ് എന്ന് കൊടുക്കുന്നു. അൺവിസിറ്റഡ്. വിസിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 1 4 7 താഴോട്ടിട്ടു. ഇനി അടുത്തത് 9 3 6 ആയിരിക്കുമല്ലോ. 9 3 6. അതും കഴിഞ്ഞിട്ട് 8 5 2. ഇത്രയെണ്ണം ഇങ്ങോട്ട് ഇട്ടു. ഇത് പാസ് 1 ആണ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. അതും കഴിഞ്ഞിട്ട് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്തപ്പം 8 2 5. ഉടനെ നമ്മൾ 8നെയും 2നെയും 5നെയും കോപ്പി ചെയ്തു. അത് ഓൾറെഡി വിസിറ്റഡ് ആണ്. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ 9 6 3 ഇത് വരുന്നുണ്ട്. 8 8 2 5. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് കോപ്പി ചെയ്തെടുത്ത് കളയും. അങ്ങനെ എടുത്തു കളയുമ്പം ആദ്യം 8 2 5 9 6 3 തിരിച്ചാണ് ഡയറക്ഷൻ 1 7 4. ഇത്രയെണ്ണം കോപ്പി ചെയ്യും. അപ്പൊ അതിന്റെ ടൈം കോംപ്ലക്സിറ്റി 1 ആണ്. ഇത് ടൈം കോംപ്ലക്സിറ്റി പാസ് 1ൻ്റെത് ബി പ്ലസ് ഇ. നമ്പർ ഓഫ് വെർട്ടീസസ്, നമ്പർ ഓഫ് എഡ്ജസ്. റിവേഴ്സലും അത് തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഡിവൈഡ് ആൻഡ് കോൺകറിൽ നമ്മൾ ആദ്യം ഒരു ഇതൊക്കെ നോക്കണം. മൾട്ടിപ്ലിക്കേഷന് ഇതൊരു സ്റ്റാക്ക് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആണ് പറയുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാല് എയിൽ നിന്ന് അപ്പം ഈ പറഞ്ഞ പോലെ എ എടുത്തു, പിന്നെ ബി എടുത്തു, ഡി എടുത്തു, സിയിൽ വന്നു, എ ബി ഡി സി വന്നു. സി വന്നു കഴിഞ്ഞപ്പം ഇയിലേക്ക് കണക്ഷൻ ഇല്ല. ഉടനെ ലാസ്റ്റ് എടുത്തു കളഞ്ഞു, ഇ വന്നു, എ ബി ഡി. പിന്നെ ഇതിന്റെ കറസ്പോണ്ടിങ് സ്പാനിങ് ട്രീ പറഞ്ഞു. ഇതേപോലെ തന്നെ ഇവിടെ യു എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിച്ച് എടുക്കുകയാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് എ ബി സി ഡി എടുത്തു. പിന്നെ എ ഇല്ലാത്തപ്പം ബി സി ഡി ആക്കി, സി ഡി ആക്കി. സിക്ക് ഒരു കണക്ഷൻ ഇ ഉണ്ട്, പിന്നെ സി ഡി നമ്മൾ എത്തിയാക്കി അതിന്റെ സ്പാനിങ് ട്രീ പറഞ്ഞു. പിന്നെ അഡ്ജസൻസി മെട്രിക്സ് ഇതുപോലത്തെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഓടിച്ച് ഒന്നുകൂടെ ഒന്ന് സമറൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് കണ്ടത് ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗിൽ നമുക്ക് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത് അവിടെ പ്രിസർവ് ചെയ്യപ്പെടും. അതായത് എന്ത് വാല്യൂ ഒരു പർട്ടിക്കുലർ ടൈമില് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും ശരി, പ്രൊസീഡ് ഫ്രം ദാറ്റ് സ്റ്റേജ് ടു ഗെറ്റ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്നാണ്. ഫോർ ദാറ്റ് പർപ്പസ് വി യൂസ് ടേബിൾസ്. അപ്പം ഗ്രീഡി മെത്തേഡുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗ്രീഡി ഹാസ് ഗോട്ട് ഓൺലി വൺ സൊല്യൂഷൻ. ഈ ഗ്രീഡി മെത്തേഡ് ഈസ് എ സബ്സെറ്റ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ടേബിൾ വാല്യൂസ് എടുത്തിട്ട് ഓരോ സമയവും ഈ വാല്യൂസ് എടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ. ഡിവൈഡ് ആൻഡ് കോൺകറിൽ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ്. Then apply an algorithm on these sub problems and then combine those solutions. അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ അതിന് അവിടെ അതിന് ആ സെറ്റ് അങ്ങനെയുള്ളതായിരിക്കും.
അതായത് ഡിവൈഡ് ചെയ്ത് സെയിം അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കണം അവിടെ ഉള്ളത്. അപ്പം ഡൈനാമിക് ആയി, ഗ്രീഡിയായി, ഡിവൈഡ് ആൻഡ് കോൺകർ ആയി. പിന്നെ വരുന്നതാണ് അടുത്ത് കാണാനുള്ളതാണ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ലൊരു ഇതാണ് ഹ്യൂൻസ് പ്രോബ്ലം ആണ്. ഹ്യൂൻസ് പ്രോബ്ലത്തിൽ നമ്മളൊരു ബാക്ക് ട്രാക്കിങ്ങിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്പേസ് ട്രീ, കംപ്ലീറ്റ് സ്പേസ് ട്രീ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന സെർച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാക്ക് ട്രാക്കിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ബാക്ക് ട്രാക്കിംഗ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി സെർച്ച് ചെയ്യുന്ന നോട്ട്സിന്റെ എണ്ണം ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയ ഹ്യൂൻസ് പ്രോബ്ലത്തില് പിന്നെ രണ്ടെണ്ണം സെയിം റോയിലും സെയിം കോളത്തിലും ഇരിക്കരുത്, ഡയഗണലും ആകരുത് എന്നുള്ള രീതിയിലാണെങ്കിൽ സെയിം കോളത്തിലും സെയിം റോയിലും ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ നമ്മൾ അത് വെച്ചൊരു സ്പേസ് ട്രീ വരുന്നു, ഡയഗണൽ ആവരുതെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ബാക്ക് ട്രാക്ക്. പിന്നെ അടുത്തത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് ആണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടില് നമ്മളൊരു ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യും. ഹ്യൂറിസ്റ്റിക്സ് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് രണ്ട് സ്റ്റെപ്പും സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ ഹ്യൂറിസ്റ്റിക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനിക്കും എവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമെന്ന്. പിന്നെ NP ഹാർഡ്, NP കംപ്ലീറ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ NP ഹാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പോളിനോമിയൽ നമുക്ക് മൊത്തത്തിൽ കമ്പ്യൂട്ടർ സയൻസിൽ കാണുന്ന ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് പോളിനോമിയൽ ആയിരിക്കും, ഒരു ക്ലസ്റ്റർ, പിന്നെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് മറ്റേ ഇതായിരിക്കും, എക്സ്പൊണൻഷ്യൽ ആയിരിക്കും. അപ്പൊ ഈ പോളിനോമിയലും ഇതുവരെയും പോളിനോമിയലിന് ഒരു എക്സ്പൊണൻഷ്യലോ എക്സ്പൊണൻഷ്യലിന് ഒരു പോളിനോമിയലോ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ പ്രോബ്ലംസിനെ പൊതുവെ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് എന്നും നോൺ ഡിറ്റർമിനിസ്റ്റിക് എന്നും പറയും. അതുപോലെ തന്നെ ഡെസിഷൻ എന്നും ഓപ്റ്റിമൈസേഷൻ എന്നും പറയും. പിന്നെ ഡിറ്റർമിനിസ്റ്റിക്കിനെ നമ്മൾ നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന്റെ സബ്സെറ്റ് എന്ന് പറയും. പിന്നെ എല്ലാ NP കംപ്ലീറ്റ് NP ഹാർഡാന്ന് പറയാറുണ്ട്, പക്ഷെ എല്ലാ NP ഹാർഡും NP കംപ്ലീറ്റ് അല്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നമുക്കിനി